എല്ലാവർക്കും നമസ്കാരം. ആരി സ്പോർട്സിലേക്ക് സ്വാഗതം. IPL പ്ലേ ഓഫ് ഇന്ന് ആരംഭിക്കുകയാണ്. ക്വാളിഫയർ 1-ൽ SRHും KKRുമാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം KKR ഒരു പവർഫുൾ ടീം തന്നെയാണ്. SRH ഒട്ടും മോശമല്ല. ബാറ്റിംഗ് സ്ഫോടനം തന്നെ കാഴ്ചവെച്ച ടീം തന്നെയാണ് SRH. ഇന്നൊരു കിഡിലൻ പോരാട്ടമായിരിക്കും. ടാറ്റ IPL 2024 ക്വാളിഫയർ ഫസ്റ്റിലെ മത്സരം എന്തായാലും നമുക്കൊരു പവർഫുൾ മാച്ച് തന്നെയായിരിക്കും. ഒന്ന് മഴ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് രണ്ട് ടീമും അവരുടെ മുഴുവൻ കുതന്ത്രങ്ങളും പുറത്തെടുത്താൽ മാത്രമേ ഇന്നത്തെ മാച്ച് വിജയിക്കാൻ കഴിയുള്ളൂ. ടോസ് കിട്ടിയാൽ രണ്ട് ടീമും SRH ആയാലും KKR ആയാലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത. കാരണം അഹമ്മദാബാദ് പിച്ച് അത്യാവശ്യം ബാറ്റിംഗ് പിച്ച് തന്നെയാണ്. വലിയ കുഴപ്പമില്ലാത്ത സ്കോറുകൾ വന്നിട്ടുള്ളൊരു ഗ്രൗണ്ട് തന്നെയാണ്. അവിടുത്തെ പിച്ചും അത്യാവശ്യം നല്ല പിച്ച് തന്നെയാണ്. മഞ്ഞ് വീഴ്ച വലിയ കുഴപ്പം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ബാറ്റിംഗ് നിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ SRHും KKRനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ SRH പൊതുവേ ചേസിങ് എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് നോർമലി നമുക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം പല മാച്ചുകളും അവർ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നതാണ് SRH കൂടുതൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ KKRനെ കമ്പയർ ചെയ്യുമ്പം KKR എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഈവനായിട്ട് തന്നെയാണ് അവരുടെ സക്സസ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ SRHൻ്റെയും KKRൻ്റെയും പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭുവനേഷ് കുമാർ ആയിരിക്കും എന്ന് SRHൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വെപ്പൺ. കാരണം സുനിൽ നാരായൺ നല്ലൊരു ബാറ്റ്സ്മാൻ തന്നെയാണ്. KKRൻ്റെ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി കൊടുക്കുന്ന ബാറ്റ്സ്മാനാണ് സുനിൽ നാരായൺ. അപ്പം നാരായണെതിരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൗളർ ഭുവനേഷ് കുമാർ തന്നെയാണ്. അതെന്തായാലും SRH വളരെ ബുദ്ധിപരമായിട്ടത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ SRHൻ്റെ പ്രധാനമായിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് ഹെഡും അഭിഷേകും. ഹെഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോമിലുള്ളൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് അഭിഷേകും. അതുപോലെ തന്നെ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഇന്ന് KKR ഏറ്റവും കൂടുതൽ സ്പിന്നേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കാരണം ഹെഡിനെ പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ അഭിഷേക് സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ്. സോ KKR കൂടുതലും എന്ന സ്പിന്നേഴ്സിന് അത്യാവശ്യം നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മാച്ചായിട്ടാണ് തോന്നുന്നത്. എനിവേ രണ്ട് ടീമും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.